Okay, we were studying about soil erosion, isn't it? Soil is formed. How does the soil is formed? How does the soil formed? Who knows? Soil, പറഞ്ഞോ. ഓഹോ, ഇന്ന് ഏബിള് കയറിയിട്ടുണ്ടല്ലോ, ഗുഡ് ബോയ്. ഏബിള് പറഞ്ഞോ, എങ്ങനെ സോയിൽ ഉണ്ടാകുന്നേ? സ്റ്റോൺ. സ്റ്റോണിൽ നിന്നാണ്. മീൻസ് സ്റ്റോൺ പൊടിഞ്ഞു പൊടിഞ്ഞാണ്, കല്ലുകൾ പൊടിഞ്ഞു പൊടിഞ്ഞാണ് അല്ലെ നമുക്ക് മണ്ണുണ്ടാകുന്നത്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് millions of years. കുറെ വർഷങ്ങൾ കൊണ്ടാണ് സോയിൽ ഉണ്ടാവുള്ളൂ. വിതിൻ 1 or 2 years or by 10 years and all will not be. നമുക്കറിയാം, ഒരു കല്ലൊക്കെ പൊടിഞ്ഞ് അത് മണ്ണാകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. നമ്മളിങ്ങനെ വല്ല കല്ലൊക്കെ ഇട്ട് വേറെന്താ കൂടം പോലത്തെ വലിയ സാധനം വെച്ച് ഇടിച്ചു പൊടിച്ചൊക്കെയാണ്. പക്ഷെ അങ്ങനെ മൊത്തം നമുക്ക് ആക്കാൻ പറ്റത്തില്ല അല്ലെ. So due to some reactions of the world, earth means maybe by humans. Who has to mute? Shisa Fatima, please mute. Shisa, ഒന്ന് മ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ. അപ്പം നമ്മുടെ ഭൂമിയുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും ആണ് പല രീതിയില് പാറകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. അതിന് ഒരുപാട് നാളുകൾ എടുക്കും. നമ്മൾ റോക്സിന്റെ പഠിച്ച പോലെ റോക്സ് ടു ഫോം റോക്സ് ഇറ്റ് വിൽ ടേക്ക് millions of years, isn't it? Like that way to form soil also it will take many years. Then why is soil important? Very important. എന്തുകൊണ്ട് സോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചല്ലോ. വൈ ഈസ് സോയിൽ വെരി ഇമ്പോർട്ടന്റ്? സോയിൽ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ്? ബിക്കോസ് all plants grow from soil only, isn't it? The soil ഗാലക്സി റിവൈസിന്റെ ആണോ? ഓക്കെ, ശരി, മ്യൂട്ട് ചെയ്ത് വെക്കോട്ടോ. Okay, so all plants grow from soil only because soil gets plants gets minerals and water from soil. So if there is no soil, no plants will be there, and if there is no plants, there will be no animals also, whether they are herbivorous or omnivorous or carnivorous, whatever it may be. We all other living things depend upon the plants directly or indirectly for the food. So if there is no soil, there will be no plant. If there is no plant, there will be no other living things. So soil is a very important, means very important. It is the basic of all life on the earth. And we were studying about soil erosion. What is soil erosion? Washing away of the upper layer of the soil is known as soil erosion. മണ്ണ് മേൽഭാഗത്തുള്ള മണ്ണ് ഒലിച്ചു പോകുന്നതിനാണ് നമ്മൾ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. There are many reasons for that. കുറേ കാരണങ്ങളുണ്ട്. We know that നമ്മൾ അന്ന് പഠിച്ചതാണ്, മഴ പെയ്യുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം മേളിൽ നിന്ന് വീഴാനും താഴെ വന്നു കഴിയുമ്പോൾ അതെന്താണ്, കലങ്ങിയ വെള്ളമാണ് ഒഴുകി വരുന്നത്. കാരണം ആ വെള്ളത്തിൽ കൂടെ കുറെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തെ മണ്ണ് മാത്രമല്ലല്ലോ, മഴ പെയ്യുന്ന എല്ലാ ഭാഗത്തെ മണ്ണ് അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടാവും അല്ലെ. നമ്മൾ പഠിച്ചു ഈ മണ്ണെല്ലാം ഒഴുകി എവിടെ ചെല്ലും? ഫൈനലി ഇറ്റ് വിൽ റീച്ച് ഇൻ ടു ദ seas and oceans and all, and it will be deposited there. And next year also, means next time when it rains again, so much of soil will come again. Whenever it rains, so much of soil will come to the seas, and the down part of the soil will be pressed due to the heaviness of the upper part. Means again and again soil comes, isn't it? So ഈ അടിഭാഗത്തുള്ളതിന്റെ മുകളിലേക്ക് പിന്നെയും മണ്ണ് വന്നടിയുമ്പോൾ അടിഭാഗത്തുള്ളതിന് ഭാരം വർദ്ധിക്കുകയും ക്രമേണ ഗ്രാജുവലി അതെന്തായി തീരും എന്ന് പറഞ്ഞാൽ റോക്സ് ആകും നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, we have read that rain, wind, running water, heat and cold help in making soil. Did you know that wind, rain and running water can cause soil loss as well? നമ്മള് പഠിച്ചതാണ്, കഴിഞ്ഞ ഇതിൽ പഠിച്ചാണ്. മണ്ണുണ്ടാകാൻ കാരണം മഴ, കാറ്റ്, ചൂട്, തണുപ്പൊക്കെയാണ്. പാറ പൊടിയാനുള്ള റീസൺ ആണത് അല്ലെ. അങ്ങനെ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നു. സെയിം റീസൺ തന്നെ മണ്ണൊലിപ്പിനും കാരണമാകും, മണ്ണൊലിച്ചു പോകാൻ വേണ്ടിയിട്ടും കാരണം. എങ്ങനെയാണ്? The process of wearing away soil slowly over a period of time is called soil erosion. Plants have most of their roots in the top soil, which is a thin layer. Soil erosion makes land unfit for growing plants. നമുക്കറിയാം, പ്ലാന്റ്സ് എല്ലാം മണ്ണിന്റെ മേൽഭാഗത്തായിട്ടാണ് വളരുന്നത്.
സോ മച്ച് ഓഫ് ലെയർ എന്ന് വെച്ചാൽ താഴോട്ട് ഡീപ്പായിട്ട് കുറെ ഭാഗത്തുണ്ട് അല്ലെ മണ്ണ്. നമ്മളിപ്പോ ഒരു കിണറൊക്കെ കുഴിച്ചു കഴിയുമ്പോൾ എത്ര ആഴ്ച പോയാലും മണ്ണുണ്ട് അല്ലെ. സോ പക്ഷെ ആ മണ്ണെന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ കാണുന്ന ഈ മേൽഭാഗത്തുള്ള മണ്ണിലാണ് നമ്മുടെ പ്ലാന്റ്സ്, ട്രീസ്, ഓൾ പ്ലാന്റ്സ് വിൽ ഗ്രോ. The root of the plant will hold firmly the soil. അതായത് ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഏത് പ്ലാന്റിന്റെ ആണെങ്കിലും റൂട്ട്സുകൾ അതിനെ മണ്ണിൽ ഇങ്ങനെ പിടിച്ചു നിർത്താൻ സഹായിക്കും. അതായത് മണ്ണിനെ എല്ലാം ഇങ്ങനെ അടുക്കി പിടിച്ച് നിർത്തും. അപ്പൊ അത്രയും ഭാഗത്തെ സോയിൽ ഇറോഷന് തടയാൻ വേണ്ടിയിട്ട്, അതായത് തടയാൻ വേണ്ടിയിട്ട് ഈ വേരുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു എപ്പോഴും അതിന് തടഞ്ഞു നിർത്താൻ പറ്റില്ല. നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എങ്ങനെയായാലും ഒഴുകി പോകും അല്ലെ. സോ ഈ സോയിൽ ഇറോഷൻ അങ്ങനെ കുറെ മണ്ണൊലിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലാന്റ്സ് ഓൾ മേ ഫോൾ ഡൗൺ. നമുക്കറിയാം വലിയ മഴക്കാലത്തൊക്കെ കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴിയല്ലേ. ആ പ്രളയമൊക്കെ ഉണ്ടായപ്പോ എന്തോരം മറിഞ്ഞു വീണു അല്ലെ. കാറ്റുമൂലം അല്ലാതെ മണ്ണൊലിച്ചു പോകുമ്പോൾ അതിന്റെ വേരിന് പിന്നെ അവിടെ സപ്പോർട്ട് അധികം കിട്ടാതെ വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ട്രീസ് ഓൾ വിൽ fall. Okay, plants have most of their roots on the top soil, which is a thin layer. Soil erosion makes the land unfit for growing plants. In nature, soil keeps eroding and new soil keeps forming. Usually നമുക്കറിയാം മഴ പെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ due to different reasons soil erosion take place. When the soil is washed away, again new soil will come there. എങ്ങനെയാ പിന്നെ ന്യൂ സോയിൽ അങ്ങോട്ട് വരുന്നത്? മണ്ണ് ഒലിച്ചു പോയോടത്തോട്ട് പിന്നെ പുതുതായിട്ട് എങ്ങനെ മണ്ണ് വരും? വേറെ സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്നുണ്ടാകും അല്ലെ. ആക്ച്വലി നമുക്കറിയാം വാട്ടർ വിൽ ഫ്ലോ ഫ്രം ദ ടോപ്പ് പോർഷൻ ടു ലോ പോർഷൻ. മുകളിൽ നിന്ന് താഴോട്ടാണ് വെള്ളം ഒഴുകുന്നത്. അല്ലാതെ വാട്ടർ വിൽ നെവർ ഫ്ലോ ഫ്രം ലോ ടു ടോപ്പ് പോർഷൻ. താഴെ മുകളിലോട്ട് വെള്ളം ഒഴുകുവോ? താഴേന്ന് വെള്ളമെങ്കിലും ഒഴുകുമോ മുകളിലോട്ട്? ഇല്ല, എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുള്ളൂ അല്ലെ. അപ്പം മുകളിലുള്ള മണ്ണിങ്ങനെ ഇനി അടുത്ത വെള്ളം വരുമ്പോ ആ വെള്ളത്തിന്റെ പുറത്ത് again വേറെ സ്ഥലത്ത് നിന്ന് മണ്ണുണ്ടാകും. അങ്ങനെ it will be replaced by new soil. So there is a good balance between soil erosion and soil formation. This balance sometimes gets disturbed by natural or human causes. ചില സമയത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഒരു ഭാഗത്തുള്ള മണ്ണ് ഒലിച്ചു പോകും മഴയൊക്കെ കാരണം. ഒലിച്ചു പോയാലും വേറെ ആ ഭാഗത്തോട്ട് തന്നെ പിന്നെ മണ്ണ് വന്ന് അടിഞ്ഞോളും, വേറെ ഒഴുകി വരുന്ന മണ്ണുകള്. പക്ഷെ ചില സമയത്ത് സംടൈംസ് ഇറ്റ് വിൽ ബി ഡിസ്റ്റർബ്ഡ് ബൈ natural calamities or by human beings activities. എന്ന് പറഞ്ഞാൽ natural calamities means what? Like flood and all. Flood, then storms, കൊടുങ്കാറ്റ്, ഭൂമി കുലുക്കം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴത്തേനും കുറെ മണ്ണുകൾ അങ്ങനെ ഒലിച്ചു പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറൽ കലാമിറ്റി ആരോട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്ക് സപ്പോസ് ഞാൻ പറയാം, നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും, പോലീസ് കംപ്ലൈന്റ് ചെയ്യും അല്ലെ. ബട്ട് ഇഫ് എനി നാച്ചുറൽ കലാമിറ്റീസ് ഹാപ്പൻസ്, നമ്മൾ ആരോട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? Can we complain to anyone? Suppose if one enemy came to our house and he has broken the window of our house and he has destroyed so many things and all householding things and all in our house, we will complain to the police, isn't it? If it has been done by a person, we will complain to the police. But when there is a flood, natural calamities like earthquake and all, if the whole house has been fallen down also, we cannot complain to anyone. അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ വീട്ടിലൊരു കള്ളൻ അല്ലെങ്കിൽ ഒരു അക്രമി കയറി വന്ന് നമ്മുടെ വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ അടിച്ച് തകർത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കംപ്ലൈന്റ് ടു ദ പോലീസ്. പോലീസ് പോയി പരാതി കൊടുത്ത കള്ളനെ പിടിച്ചു ലോക്കപ്പിലൊക്കെ ഇറക്കാനുള്ള നടപടികൾ നോക്കും. പക്ഷേ എർത്ത് അല്ലെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ സ്ട്രോം ഇങ്ങനെയൊക്കെ കാരണം നമ്മുടെ വീടിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാറില്ല. വീടൊക്കെ ഉരുണ്ട് മറിഞ്ഞ് ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ വീടുകൾ വെള്ളം കയറി നശിക്കുന്നു, എത്ര നല്ല വീടുകൾ അല്ലേ. പിന്നെ എർത്ത് ഒക്കെ സംഭവിക്കും, ഭൂമികൾക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് മൊത്തം തരിപ്പണമാകും. പക്ഷെ നമുക്ക് ആരുടെങ്കിലും പേര് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? Can we complain against earthquake? Can we complain against flood? Can we complain against storm? ഒന്നും പറ്റൂല അല്ലെ. അതേസമയം ഒരു ജനലോ എന്തെങ്കിലും ഒരാൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ചെയ്യും അല്ലെ, ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കല്ലേ. പക്ഷെ മൊത്തം വീട് പോയാലും ഭൂമി കുലുക്കത്തിനെതിരെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഓക്കെ, സോ
പിന്നെ നമുക്ക് സോയിൽ ഇറോഷൻ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ കലാമിറ്റീസിലൂടെ സംഭവിക്കും. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരുപാട് മണ്ണൊലിച്ചു പോകാൻ കാരണമാകും. നമ്മൾ എന്താ പറയുന്നത്, കുന്നൊക്കെ ഇടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും കുന്നിടിച്ച് ടിപ്പർ ലോറിക്കൊക്കെ മണ്ണൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ, ഇല്ലേ? അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലവും മണ്ണൊലിപ്പൊക്കെ ഉണ്ടാകും. Agents of erosion. Agents means the reasons, means the factors of soil erosion. Factors that help for soil erosion. Soil erosion കാരണമാകുന്ന, സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് കാരണമാകുന്ന ഏജൻസ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. First one is wind. Wind in desert and semi-desert regions, dry soil or dust is blown away by the wind. And നമുക്കറിയാം അതെന്ത് പറ്റി റിവൈസിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ റിഹാൻ കയറിയ. ഇന്ന് റിഹാൻ, ഗുഡ് മോർണിംഗ് റിഹാൻ. ഞാൻ ഇപ്പോഴാ മോനെ ശ്രദ്ധിച്ചേ. എപ്പം കയറിയായിരുന്നു? കണ്ടില്ലല്ലോ മറ്റേ. നല്ല ഇരിക്കുന്നുണ്ട്. അതെ അല്ലെ, ഇന്ന് നല്ല മോനായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കണം എല്ലാ ക്ലാസ്സിലും കേട്ടോ മറ്റേ. റോഡിലോട്ട് നോക്കിയിരിക്കുന്ന മിസ്സിന് ഇഷ്ടമില്ല. ഇങ്ങനെ ഇരിക്കണം, നേരെ ഇരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നല്ല മോനായിട്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇവിടെ അധികം വിൻഡ്സ്, കാറ്റെന്ന് പറയുന്ന അധികം ഇല്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടോ കാറ്റ് മൂലം? അധികമൊന്നുമില്ല. ബട്ട് ഇൻ സം ടൈംസ് when there is cyclones take place. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? what is the meaning of cyclone? എന്താ, ചുഴലിക്കാറ്റ് പോലെയല്ല, എന്താ എന്ന് പറയുന്നത്? ന്യൂനമർദ്ദം അല്ലെ? അങ്ങനെ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റ് അങ്ങനെ എപ്പോഴെങ്കിലും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ബട്ട് ഇൻ ഡെസേർട്സ് ആൻഡ് ഓൾ there will be often there will be storms, സാൻഡ് സ്ട്രോംസ്. സാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെസേർട്ടിൽ ശരിക്കും നമ്മുടെ ഇതുപോലെയല്ല. റുവൈസ്, മുഹമ്മദ് റുവൈസ്, പ്ലീസ് ക്യാൻ യു ആൻസർ മീ? ഹാവ് യു സീൻ ഡെസേർട്സ്? You were in Dubai, isn't it? So you might have seen deserts. Have you seen deserts? Yes. Yes. Anybody else have seen deserts in this class? Deserts കണ്ടിട്ടില്ല, മരുഭൂമി കണ്ടിട്ടില്ല ആരെങ്കിലും ഉണ്ടോ? Okay, Rihan has seen. Then പിന്നെ ആരൊക്കെ കണ്ടിട്ടില്ല? ഞാൻ ചോദിക്കുന്നത് നമ്മൾ TV കാണുന്നല്ല കേട്ടോ, ഒറിജിനൽ ആയിട്ട് കണ്ടതിന്റെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ Rihan, have you gone to Dubai or somewhere, Saudi Arabia, something like that way? Dubai പോയിട്ട് അപ്പൊ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഡെസേർട്ട് ഇല്ല. പിന്നെ നമുക്ക് രാജസ്ഥാനിലാണ് മെയിൻ ആയിട്ടൊരു ഡെസേർട്ട് ഉള്ളത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ? അൺമ്യൂട്ട് ആൻസേ. രാജസ്ഥാനിലുള്ള ഡെസേർട്ടിന്റെ പേരെന്നാണ്? ആദിത്യൻ പറഞ്ഞോ. താർ ഡെസേർട്ട്. വെരി ഗുഡ്. ഓക്കെ, രാജസ്ഥാനിലുള്ളതാണ് താർ ഡെസേർട്ട്. വെരി ഗുഡ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, മീൻസ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെസേർട്ട് ആണ് ഇന്ത്യയിലെ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻ ദ വേൾഡ് വിച്ച് ഇസ് ദ ബിഗസ്റ്റ് ഡെസേർട്ട് യു നോ? സഹാറ in Saudi Arabia, isn't it? Okay, so ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആ ഭാഗത്തൊക്കെ കുറെ ഇങ്ങനെ ഡെസേർട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. സോ റുവൈസ്, എന്ത് ചെയ്യുന്നുണ്ട് റുവൈസ്? ഓക്കെ, റുവൈസ് ആൻഡ് റിഹാൻ, how is the desert there? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്യാതെ പറ. ഫുള്ളാടെ മണ്ണാന്ന്. ഫുള്ള് മണ്ണല്ല, മണല്, സാൻഡ്, നോട്ട് സോയിൽ. മണ്ണ് മീൻസ് സോയിൽ, സാൻഡ് മീൻസ് മണല്. ഓക്കെ, സാൻഡ് only there, isn't it? There will be no trees and all, only few trees here and there we can see. That is to cactus അല്ലെ? കൂടുതലും cactus അല്ലെങ്കിൽ പിന്നെ dates അല്ലേ എവിടെയുള്ളൂ? നീയേ വായിൽ എന്തോ വെച്ചിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ഒന്നും കേൾക്കൂല. വയസ്സേ എന്തോ തിന്നുന്നുണ്ട്, അതിനിടയ്ക്ക് ഓഡിയോയും മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, കേട്ടില്ല. കാക്ടസ് ആണ് മോസ്റ്റ്ലി അവിടെ നമ്മൾ കാണുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം അതിനധികം വാട്ടർ കിട്ടേണ്ട ആവശ്യമില്ല, പിന്നെ മഴയില്ലാത്ത ഒരു പ്ലേസ് ആണ് ഈ പറയുന്ന ഡെസേർട്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഓയാസിസ് ഉണ്ട്, അവിടെ ഇവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ ഓയാസിസ്. വാട്ട് ഇസ് ഓയാസിസ്? Oasis is the place where we get water in desert. Desert നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലം, ചെറിയ ഉറവ, അതാണ് oasis എന്ന് പറയുന്നത്. That's all. So അതുകൊണ്ട് തന്നെ അധികം plants ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ there is no soil but sand is there. And we know that
if you all people might have seen in films and all deserts. ഡെസേർട്ടിൽ ഇങ്ങനെ ക്യാമലൊക്കെ പോകുന്നതിന്റെ ചിത്രങ്ങൾ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ, വീഡിയോസിലൊക്കെ. സോ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ വലിയ കാറ്റ് വരുമ്പോഴേക്കും ഈ സാൻഡ് എല്ലാം എടുത്തു മറിച്ചിടുന്ന രീതിയിലുള്ള കാറ്റുണ്ട് അവിടെ ഡെസേർട്ടില് അല്ലെ. സാൻഡൊക്കെ ഒരു ഭാഗത്തുനിന്ന് വലിച്ചു കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ട് അത്രയും ഫോഴ്സിൽ കാറ്റ് സ്ട്രോങ് ആയിരിക്കും അവിടെ ബ്രീസ് എന്ന് പറയുന്നത്, വിൻഡ്. അത് കൊണ്ടുപോയിട്ട് അവിടെ ഇടും. പിന്നെ തിരിച്ച് അടുത്ത കാറ്റിന് ഇവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടും. അങ്ങനെയൊക്കെ സ്ട്രോങ് വിൻഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഡെസേർട്ടില് there will be no roads and all. അവരങ്ങനെ നമ്മളെ പോലെ ഇവിടെ റോഡ്സ് വലിയ കാര്യമായിട്ട് റോഡുകളൊന്നും ഡെസേർട്ടിൽ അധികം ഉണ്ടാക്കില്ല. കാരണം ഈ എന്തുകൊണ്ടാണ് ഈ ബ്രീസ് വരുമ്പോൾ സ്ട്രോങ് വിൻഡ് വരുന്ന സമയത്ത് it will carry the sand from one place to another. അതെടുത്ത് വേണം ഓടിക്കൊണ്ടിടും, റോഡ് ബ്ലോക്ക് ആകും. പിന്നെ അടുത്ത കാറ്റ് വരുമ്പോൾ ചിലപ്പം അവിടുന്ന് പറന്നൊക്കെ പോകും. സോ യൂഷ്വലി ഡെസേർട്ടിൽ അങ്ങനെ റോഡുകളൊന്നും അധികം ഉണ്ടാവുന്നില്ല. ഓക്കെ. So dry soil or dust is blown away by the wind in deserts. A strong wind carries away a good part of the topsoil. This affects farmers because manure is blown away quite often. The roots of plants lose their soil cover due to wind and die. ഓക്കെ. സോ ഈ കാറ്റ് വീശുമ്പോൾ ഡെസേർട്ടിൽ നമ്മൾ പറഞ്ഞ അധികം പിന്നെ മരങ്ങളൊന്നുമില്ല. അല്ലാതെ സെമി ഡെസേർട്ടില് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നൊരിക്കല് ഉള്ള സ്ഥലത്ത് ഇതുപോലെ കാറ്റ് വീശുന്ന സമയത്ത് ഈ മേൽഭാഗത്തുള്ള മണ്ണിനെ സോയിലിനെ പൊക്കി എടുത്തു കൊണ്ടുപോകും. അതായത് ഇളകി കിടക്കുന്ന മണ്ണ് പോലെയുള്ളതിന് ശക്തി വീശുമ്പോൾ, വളരെ ശക്തിയിൽ വീശുമ്പോൾ സംഭവിക്കുന്നത് എടുത്തു കൊണ്ടുപോകും. സോ ഇറ്റ് വിൽ കോസ് ദ loss of manure. നമുക്കറിയാം യൂഷ്വലി ഓൺ ദി ടോപ്പ് ലെയർ ഓഫ് ദ സോയിൽ ഓൺലി ദർ വിൽ ബി മാനുവർ. മണ്ണിന്റെ മേൽഭാഗത്താണ് നമ്മളുടെ ഈ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാനുവർ, വളക്കൂറുള്ളത് മണ്ണിന്. അതായത് ഇലകളൊക്കെ വീണ് ചീഞ്ഞും നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ഈ മേൽമണ്ണിലേക്ക് അടിയിലോട്ട് പോകുന്ന മണ്ണിനൊന്നും ഒരു ഗുണവും ഇല്ലാത്ത മണ്ണ, നല്ല മണ്ണല്ല. മേൽഭാഗത്തുള്ള മണ്ണാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ ഈ കാറ്റ് മൂലം ഈ മേൽമണ്ണ് എന്ത് സംഭവിക്കുന്നു, ഇളകി മറിക്കപ്പെടുന്നു. അതുപോലെ പ്ലാന്റ് എല്ലാം റൂട്ടിന് അവിടെ ഷേക്ക് സംഭവിച്ചു ട്രീസ് എല്ലാം മറിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലാന്റ്സ് ഡ്രൈ ആയി പോകും. നെക്സ്റ്റ് റണ്ണിങ് വാട്ടർ ഓൾസോ വിൽ കോസ് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടർ ആണ്, വെള്ളം ഒഴുകുന്നതാണ് സോയിൽ ഇറോഷന്റെ റീസൺ. Heavy rains cause soil erosion. Flooded rivers and running water wash away the top soil. Running water washes the soil off the hill slopes. It is for this reason that the slopes in the Chambal Valley in Madhya Pradesh are unfit for farming. We know that usually water will flow from top part of the from top part to down part. മേളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകും. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ മേളിലേക്ക് എഴുതുമ്പോൾ നല്ല മഴയൊക്കെയാണ്, ശക്തമായിട്ടൊക്കെ നല്ലപോലെ വെള്ളം ഒഴുകും. അങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, എല്ലാം മേൽമണ്ണ് ഒഴുകിപ്പോകും. അപ്പൊ മേൽമണ്ണ് ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള മണ്ണിന് എന്താ, വളക്കൂറില്ല അല്ലെ, നന്നായിട്ട് പ്ലാന്റ്സ് ഒന്നും വളരത്തില്ല. ദാറ്റ്സ് വാട്ട് ഈ മധ്യപ്രദേശിലെ ചമ്പൽ വാലിയൊക്കെ അവിടെ മരങ്ങളൊക്കെ ഉണ്ടെന്നൊരിക്കലും പക്ഷെ നല്ല മഴയൊക്കെ ലഭിക്കുന്ന ആയതുകൊണ്ടും അവിടെ ട്രീസ് വളരുന്നതാണ്. പക്ഷേ കുന്നാണ്, വലിയ കുന്നായതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, നല്ലപോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അവിടെ ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഫാർമിങ്, അവിടെ കൃഷിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. A river coming down the hills carries a lot of sediment with it. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ്. ഇങ്ങനെ സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പിന്നെ എന്താ പറയേണ്ടത്, എല്ലാ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വലിയ കുന്നേന്നോ മലയെന്നോ എവിടെന്നെങ്കിലും ആയിരിക്കും. ഫോറസ്റ്റിലാണെങ്കിലും ഒരു കുന്നേന്ന് തുടങ്ങുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാം അല്ലെ. അപ്പം ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്ന സ്ഥലം, റിവർ തുടങ്ങുന്ന സ്ഥലം, അവിടെ ചിലപ്പം വലിയ ഇതായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല, ചെറിയ രീതി. പിന്നെ വരുന്ന വഴിക്ക് കുറെ തോടുകളെല്ലാം ജോയിൻ ചെയ്ത് വന്ന് വലിയ റിവർ ആകുന്നത്. ആ റിവർ തുടങ്ങുന്ന സ്ഥലത്ത് വലിയൊരു റിവറായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന പോലെ വലിയൊരു റിവർ ഒന്നും ആയിരിക്കില്ല. അവിടെ നിന്ന് തുടങ്ങി പോരുന്ന വഴിക്കൊക്കെ കുറെ തോടുകളൊക്കെ അതിന്റെ കൂടി പിന്നെ വലിയ റിവർ ആകുന്നത്. സോ ഈ റിവർ ഇങ്ങനെ ഒഴുകുമ്പോൾ ലോട്ട് ഓഫ് സെഡിമെന്റ്, അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് സെഡിമെന്റ്സും കൂടെ ഒഴുകിക്കൊണ്ട് വരും. ചെറിയ കല്ലുകളും പൊടികളും എല്ലാം അതിന്റെ കൂടെ ഒഴുകി വരും. ഓൺ റീച്ചിങ് ദ പ്ലെയിൻസ് ദ ഫ്ലോ ഓഫ് വാട്ടർ സ്ലോസ് ഡൗൺ. സോ ഫ്രം ഹിൽ ഇറ്റ് വിൽ ഫ്ലോ വെരി ഫാസ്റ്റ്ലി. മുകളിൽ നിന്ന് ഒഴുകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒഴുകും. പിന്നെ സ്ലോപ്പിൽ എത്തുമ്പോൾ, നിരപ്പായ സ്ഥലത്ത് എത്തുമ്പോൾ അതിന്റെ ഒഴുക്കിന്റെ ശക്തി കുറയും.
ലെവലല്ലേ? മോളിൽ നിന്നാകുമ്പോൾ വേഗം ഇങ്ങ് പോരും. പക്ഷെ താഴെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് സ്ലോ ആകും. യൂഷ്വലി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പോ ഒരു കുന്ന് കയറ്റം കയറി പോകുകയാണെങ്കിൽ നമ്മൾ ഹൗ വിൽ ബി സ്ലോ, isn't it? If you have to go to the top portion, ഹില്ലിലേക്ക് കയറാനാണെങ്കിൽ നമുക്ക് ഭയങ്കര ടയർനെസ് ഒക്കെ തോന്നും അല്ലെ, ക്ഷീണമൊക്കെ തോന്നും, ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. സോ അതുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് പയ്യെ കിതച്ചൊക്കെ കയറുള്ളൂ അല്ലെ. ടീച്ചറിനെ പോലെ പ്രായമായ ആൾക്കാരൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് കിതക്കും. നിങ്ങളൊക്കെ പിള്ളേരായതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡ്, നല്ല സ്പീഡിൽ ഓടി കിടക്കുന്ന പ്രായമല്ലേ. പക്ഷേ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി പോരാനാണെങ്കിലോ നിങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടി 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 പോരും അല്ലെ, അങ്ങനെയല്ലേ? യെസ്, അങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ നല്ല സ്പീഡിൽ ഇറങ്ങി പോരാൻ പറ്റും അല്ലെ, കാരണം ഇറക്കമായതുകൊണ്ട്. അതേപോലെയാണ് വെള്ളത്തിന്റെ പക്ഷെ വെള്ളത്തിന്റെ കേസ് എന്ന് പറഞ്ഞാല് മോളിൽ നിന്ന് നല്ല സ്പീഡിൽ ഇങ്ങ് പോരും, എന്നിട്ട് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പതിയെ അവർ ഒഴുകുള്ളൂ. സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലമല്ല, പ്ലെയിൻസില്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഒഴുക്കിക്കൊണ്ട് വന്ന കുറെ മണ്ണും കല്ലും എല്ലാം കൂടുതൽ ഈ പ്ലെയിനിൽ വന്ന് അടിക്കി വിടും. പിന്നെ ഒഴുക്കിന്റെ സ്പീഡ് കുറഞ്ഞില്ല, നല്ല സ്പീഡിൽ പോരുമ്പോ ആ കൂടത്തിൽ പോകുന്ന കല്ലെല്ലാം ഉരുണ്ടുരുണ്ടങ്ങ് പൊക്കോളും. കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് ഉദ്ദേശിക്കുന്നത്, മണ്ണും ഒക്കെ അങ്ങ് പൊക്കോളും. പക്ഷെ ആ സ്പീഡ് കുറയുമ്പോൾ, വെള്ളത്തിന് സ്പീഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഒഴുക്കും കുറയും. സോ അത് അവിടെ തന്നെ കുറേശ്ശെ സെറ്റിൽ ആകാൻ തുടങ്ങും. എവിടെ? നിരപ്പായ സ്ഥലങ്ങളിൽ. Over the years, it leaves part of soil in its way. Over the years, this soil keeping accumulating and makes the river change its course. അടുത്തത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റിവർ ഹവാങ്ഹോ ഈസ് നോൺ ആസ് ദ സോർ ഓഫ് ചൈന ബിക്കോസ് ഇറ്റ് ഓഫൻ ചേഞ്ചസ് ഇറ്റ്സ് കോഴ്സ്. ദിസ് റിസൾട്ട്സ് ദ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇൻ ബിഹാർ, റിവർ കോസി ഈസ് known to change its course frequently. See, some rivers, ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, നിങ്ങളുടെ വീട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ യുവർ ഹൗസ് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. ആ ലൊക്കേഷനിൽ അതിലേക്കൂടെ ഒരു റിവർ ഒഴുകാന്ന് വെച്ചോ, നിങ്ങളുടെ വീടിന്റെ അതിലേക്കൂടെ ജസ്റ്റ് ഇമാജിൻ. അപ്പൊ ചെറിയൊരു കുന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ കുന്നിക്കൂടി ഒഴുകി വന്ന റിവറിന്റെ കൂട്ടത്തിൽ കുറെ മണ്ണും കല്ലും ചെളിയും എല്ലാം കൂടി ഒഴുകി വരുന്നു. കുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ വീടിന്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ പ്ലെയിൻ സ്ഥലമാണ്. അപ്പൊ ആ പ്ലെയിൻ സ്ഥലത്തൂടെ ഒഴുകുമ്പോൾ സ്പീഡ് കുറയും. സോ അത് കൊണ്ടുവന്ന മണ്ണും കല്ലും ഒക്കെ നിങ്ങളുടെ ആ വീടിന്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ സെറ്റിൽ ആകും. കുറെ ഒരു വർഷത്തെ റെയിനിനല്ല ഉദ്ദേശിക്കുന്നത്, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്ത്, പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന കുഴികളെല്ലാം നികന്ന് ഇപ്പൊ എന്തായി? മണ്ണായി. അപ്പൊ ഈ റിവർ എന്ത് ചെയ്യും? അതിനൊരു യൂഷ്വലി വെള്ളം നമ്മള് കുഴി കൂടി ഇങ്ങനെ താന്ന ഭാഗത്തൂടെയാണല്ലോ ഒഴുകുന്നത്. ഇപ്പൊ ലെവലായി കഴിഞ്ഞ് മണ്ണ് പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിവർ എന്ത് ചെയ്യും? അതിന്റെ വഴി മാറ്റി അതിന്റെ അപ്പുറത്തൂടെ അങ്ങ് പോകും. മനസ്സിലായ? അതിന്റെ തൊട്ടപ്പുറത്തൂടെ ഭാഗത്തൂടെ പോകും. അതാണ് ഇതിന്റെ പുഴയുടെ ഗതി മാറുക എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ, ചിലവരുടെയൊക്കെ വീടുകളില് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ants. If you have noticed that a line of ants, if they will be moving in straight line, means the first ant, one who is moving in the first line, how it goes, the rest of the ants will follow him, isn't it? Usually the ant, one who is in the front line, how he moves, the rest of the ants, those who are coming behind of it, will move like him only. Wherever he goes, like that way it will move. സാധാരണ നിങ്ങൾ ഉറുമ്പിനെ കണ്ടിട്ടുണ്ട്. ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകും, നല്ല അനുസരണ, നിങ്ങളെ പോലെ ഒന്നുമല്ല, നല്ല ഉറുമ്പുകൾ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ഫ്രണ്ടിൽ പോകുന്ന ഉറുമ്പ് എങ്ങനെ പോകുന്ന വഴി, ഏത് വഴിയാ പോകുന്ന ആ വഴിയെ തന്നെ പോകും. കുഴിയിലെങ്കിൽ കുഴിയില്, കേട്ടത്തിലെങ്കിൽ കേട്ടത്തില്ല, വളവെങ്കിൽ വളവ്, തിരിഞ്ഞ് എങ്ങനെ വേണം. ആ ഫസ്റ്റ് ഉറുമ്പ് എങ്ങനെ പോകുന്നു അതുപോലെയാണ് അതിന്റെ പുറകെ പോകുന്നത് അല്ലെ, അങ്ങനെയല്ലേ? യെസ്. ഇനി അങ്ങനെ പോകുന്നിടത്ത് നിങ്ങൾ ആ ഉറുമ്പിന്റെ ഒരു വഴി എന്തെങ്കിലും തടസ്സം വെച്ചു എന്ന് വിചാരിക്കാം. മുന്നിൽ പോകുന്ന ഉറുമ്പിന് എന്തെങ്കിലും ഒരു തടസ്സം വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് എന്ത് ചെയ്യും? പയ്യെ റൂട്ട് ഇങ്ങോട്ടോ മാറ്റും അല്ലെ. അപ്പം അല്പം ഒന്ന് ഇങ്ങോട്ട് മാറ്റി അതിന് തടസ്സമില്ലാത്ത രീതിയിൽ അതിന് പോകാൻ പാകത്തിന് ഫസ്റ്റ് ഫ്രണ്ടിൽ പോകുന്ന ഉറുമ്പ് പോകും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവര് ഓട്ടോമാറ്റിക്കലി ഈ ഉറുമ്പിന്റെ പുറകെ തന്നെ പോകും, വഴി മാറ്റും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ റിവറും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഹില്ലി റീജിയനിൽ നിന്നും ഒഴുകി വരുമ്പോൾ അതിന്റെ കൂടെ സെഡിമെന്റ്സ് കൊണ്ടുവരുന്നു. അത് പ്ലെയിനിൽ എത്തുമ്പോൾ ഫ്ലോ കുറയുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ വീണ് ഇടിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ആ മണ്ണുകളെല്ലാം അങ്ങനെ വീണ് കിടന്ന് ഈ വെള്ളപ്പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഭാഗം എല്ലാം നികന്നു വരും. അതിന് മുകളിലേക്ക് മണ്ണ് അടിഞ്ഞു കൂടും.
It won't, don't think that 1 or 2 years കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത് കേട്ടോ. ഗ്രാജുവലി നടക്കുന്ന പ്രൊസീജിയർ ആണ്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദാറ്റ്, അത് പ്ലെയിൻ കംപ്ലീറ്റ് ആയി വെള്ളം മേളിലോട്ട് ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? ഈ പുഴ പിന്നെ മേളിലോട്ട് ഒഴുകത്തില്ലോ, അപ്പൊ ഇതിന്റെ റൂട്ട് മാറ്റി വേറെ ഭാഗത്തോട്ട് ഒഴുകും. മനസ്സിലായോ? ഇൻ ചൈന റിവർ കോൾഡ് ഹവാങ്കോ. ഹവാങ്കോ എന്ന് പറയുന്ന റിവർ, ഇറ്റ് ഈസ് നോൺ ആസ് ദ സോറോ ഓഫ് ചൈന. ചൈനയുടെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്, കണ്ണീര്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന റിവറാണ് ഹവാങ്കോ. നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കാൻ കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റിവർ ഹവാങ്കോ ഈസ് നോൺ ആസ് ദ സോറോ ഓഫ് ചൈന? ബിക്കോസ് ചൈന ഇങ്ങനെ ഒഴുകി വന്നു കഴിഞ്ഞ് ഒരുപാട് മണ്ണ് കൊണ്ട് അടിക്കും. ഈ മണ്ണെല്ലാം അടിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ ഒഴുകിക്കൊണ്ടിരുന്ന പൊസിഷനിൽ നിന്ന് മാറി വേറെ റൂട്ടിലോട്ട് മാറും, വേറെ ഇതിലേക്ക്. അപ്പൊ ആ പുഴ അങ്ങനെ ഒഴുകുന്നു എന്ന് അറിയത്തില്ല, പിന്നെ ഒഴുകുന്നു അറിയത്തില്ല. അപ്പൊ അവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടാകും. ആ വീടുകളുടെ ഭാഗത്തോട്ടായിരിക്കും ചിലപ്പോൾ ഒഴുകുന്നത്. അപ്പോൾ ആ വീടുകളും അവിടെയുള്ള ആൾക്കാരും എല്ലാം എന്ത് സംഭവിക്കുന്നു? മരിച്ചു പോകും. ഡ്യൂറിംഗ് ഫ്ലഡ് യു മൈറ്റ് ഹാവ് സീൻ, സോ മെനി റിവേഴ്സ് വർ ഓവർഫ്ലോയിങ്. കുറെ വീടുകളിലൊക്കെ വെള്ളം കയറി, ഇങ്ങനെ വീട് മൊത്തം വെള്ളം കയറി, പുഴയിലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് അല്ലെ, ഓവർഫ്ലോയിങ്, ഗതി മാറി. കാരണം മണ്ണും കല്ലും എല്ലാം അടിഞ്ഞിട്ട് സാധാരണ ഒഴുകുന്നതിൽ നിന്നും അവരുടെ പൊസിഷൻ കുറെ മാറി റിവറിന്റെ. അപ്പൊ ഒത്തിരി വെള്ളം കയറി അല്ലെ. ഇവിടെ ഈ ഹവാങ്കോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വെള്ളമുള്ള റിവറാണ്, ഒരുപാട് വെള്ളമുണ്ട്. അപ്പൊ അതിങ്ങനെ വേറെ റൂട്ടിലേക്ക് ഒഴുകി വന്ന ആൾതാമസമുള്ള സ്ഥലത്തേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നേ? ഒത്തിരി ആൾക്കാരുടെ ലൈഫ് പോകും. അതുപോലെ അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ഫാമിങ്, അഗ്രികൾച്ചർ എല്ലാം നശിച്ചു പോകും. സോ ഇനി ഇന്ത്യ, ബീഹാർ ഓൾസോ ദർ ഇസ് വൺ റിവർ കോൾഡ് കോസി. കോസി എന്ന് പറയുന്ന റിവർ ഉണ്ട് ബീഹാറിൽ. ആൻഡ് ദിസ് റിവർ ഓൾസോ ഇസ് ഓൾവേസ് ഓഫൺ ആൻഡ് ഓഫൺ ഇറ്റ് ചേഞ്ചസ് ഇസ് കോഴ്സ്. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഗതി മാറും. അത് സാധാരണ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് നിറയും വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ, മണ്ണൊക്കെ അടിഞ്ഞു കഴിയുമ്പോൾ അത് വേറെ റൂട്ടിലോട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ആ ഒഴുകുന്ന, ഇപ്പം പുഴ അങ്ങോട്ട് ഒഴുകി വരുന്ന ആർക്കും അറിയത്തുണ്ടാവില്ലോ, അവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. എവറിത്തിങ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച്? അത്ര മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഹ്യൂമൻസ്. മനുഷ്യരിനി എങ്ങനെയാണ് സോയിൽ ഇറോഷന് കാരണമാകുന്നത്? എങ്ങനെയാണ്? ഹ്യൂമൻ ബീങ്സ് കട്ട് ഡൗൺ ഫോറസ്റ്റ് ടു മീറ്റ് ദെയർ നീഡ്സ് ഫോർ ഹൗസിംഗ്, food and wood. Usually we know that human beings cut so many trees to meet our needs, like housing, to make a house and all, then furnitures, then to have our food, firewood, like that way. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കും, കട്ട് ചെയ്യും. But we will not plant new plants. Usually we know to cut, but we will not be interested in planting new ones, isn't it? Then what happens? To cut down for trees at a very fast rate and not to plant enough trees to replace the cut down trees is called deforestation. വനനശീകരണം എന്ന് പറയും. എന്തിനെ? Cutting the trees in faster and we will not plant more trees again, isn't it? And another thing we know that ഒരു ട്രീ വളർന്ന, ഒരു പ്ലാന്റ് വളർന്ന ഒരു ട്രീ ആണെങ്കിൽ so many years വേണ്ടി വരും അല്ലെ? 1-2 വർഷം കൊണ്ട് ട്രീ ആകുമോ? ഇല്ല. it will take so many years, nearly 20, 25, 30, 50 years ഒക്കെ എടുക്കും അല്ലെ? അത്രയും വർഷങ്ങൾക്ക് ആകണം. ഇപ്പൊ നമ്മളൊരു 4 മരം നമ്മുടെ പറമ്പിലുള്ളത് മുറിച്ചു, ഇനി നമ്മൾ 4-5 എണ്ണം നട്ടാലും ആ ഒരു ട്രീയുടെ പൊസിഷനിൽ എത്തണമെങ്കിൽ 20-25 years എടുക്കും അല്ലെ? ഓക്കെ. സോ ദ റൂട്ട്സ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഹോൾഡ് ദ സോയിൽ ടുഗദർ. സോ ട്രീസിന്റെയും പ്ലാന്റ്സിന്റെയും എല്ലാം സോയിൽസ്, അതായത് വലുതാണേലും ചെറുതാണേലും അതിന്റെ റൂട്ട്സ് എല്ലാം അവിടെ അതിന് ചുറ്റുമുള്ള മണ്ണിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ സോയിൽ ഇറോഷൻ കുറയും. പക്ഷെ when we cut down the trees, what happens to the roots? Roots will dry off, isn't it? Then automatically it will cause for the soil erosion. When trees are cut down, the soil becomes loose and is blown away by wind or washed away by rain or running water. The soil washed away by rain is deposited as a sediment on the riverbed. In due course of time, the river channel becomes shallow. Thus, during the next rainy season, the river cannot hold more water and overflow its banks to cause floods. So, if we cut down a tree, so much of soil will be washed away, isn't it? നമ്മൾ ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ റൂട്ട്സ് എല്ലാം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മഴ പെയ്യുമ്പോഴും വെള്ളം ഒഴുകുമ്പോഴും ഒക്കെ ആയിട്ട് അവിടുന്ന് കുറെ മണ്ണ് ഒലിച്ചു പോകും.
സോ നമുക്കറിയാം നമ്മുടെ അവിടെയൊക്കെ റിവേഴ്സ് ആർ ദർ. ഈ തോട്ടിൽ കൂടെ ഒക്കെ ഒഴുകി റിവേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ അടിഞ്ഞുകൂടും നമ്മൾ പഠിച്ചു. സോ കുറച്ച് വർഷം കഴിയുമ്പോൾ, അല്ലെ 1, 2, 3, 4, 5, 6 വർഷമൊക്കെ കഴിയുമ്പോൾ കുറെ അടിഞ്ഞ മണ്ണുകളൊക്കെ ആയിട്ട് അത് ഷാലാകും. അതായത് വെള്ളം കെട്ടിയിരിക്കുന്ന കുഴി പോലെ വേണം അല്ലെ. അപ്പൊ നിരപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെള്ളം ഇങ്ങനെ വിട്ടായിട്ട് വരും. അങ്ങനെ വിട്ടായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിവർ വിൽ ഓവർഫ്ലോ. അതുകൊണ്ടാണ് ഫ്ലഡ് ഒക്കെ സംഭവിക്കുക, വെള്ളപ്പൊക്കമൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് വരുന്നത്? ഓവർഫ്ലോ, റിവർ ഓവർഫ്ലോ ആകുന്നത്. ആൻഡ് വെള്ളം ഇങ്ങനെ കര കവിഞ്ഞൊഴുകി കഴിയുമ്പോൾ അടുത്ത റിവറിന്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം അപകടം വരുന്നത്. Overgrazing by cattle in the same patch of land year after years removes the vegetation cover. This leads to soil erosion. Next, another one is overgrazing. Grazing means what? പശുക്കളെയൊക്കെ മേയാൻ വിടുന്നത്, അതായത് മൃഗങ്ങളെയൊക്കെ, പശു മാത്രമല്ല മൃഗങ്ങൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത്. ഇങ്ങനെ കുറെ നാളുകൾ, 1, 2 ദിവസമല്ല, കുറെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുല്ല് തിന്ന് നടക്കുമ്പോൾ അവിടെയുള്ള ഈ നമുക്കറിയാം പുല്ല് തിന്നുക മാത്രമല്ല ചവിട്ടുകയും ചെയ്യും അല്ലെ. ചവിട്ടി നടക്കുമ്പോഴത്തേനും കുറെ അവിടെയുള്ള വെജിറ്റേഷൻസ് അല്ലെങ്കിൽ പച്ചപ്പാട് മരങ്ങളും പ്ലാന്റ്സുകളും എല്ലാം, മരങ്ങളെന്ന് ഉദ്ദേശിക്കുന്നില്ല, സ്മോൾ പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? This leads to soil erosion. അത് soil erosion കാരണമാകുന്നു. Next, ploughing of the hill slopes loosens the soil and cause erosion. പിന്നെ നമ്മുടെ ഹിൽ ഏരിയ ഒക്കെ നമ്മൾ ഇടിച്ച് നിരപ്പാക്കി, JCB ഒക്കെ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കി ടിപ്പറിനകത്ത് കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടാറുണ്ട് അല്ലെ. അങ്ങനെ കുന്നും മലകളൊക്കെ ഇടിച്ച് സോയിൽ ഇറോഷന് കാരണമാകുന്നു. So these are the factors that cause for soil erosion. First one is wind, second one is running water, third one is humans, then overgrazing, then ploughing. നമ്മളിങ്ങനെ വലിയ കുന്നുകളൊക്കെ നമ്മൾ ഇടിച്ച് നിരപ്പാക്കുമ്പോൾ കുറേ മണ്ണ് പിന്നെ മഴ പെയ്യുമ്പോഴത്തേനും ഒലിച്ചു പോകും അല്ലെ. ഓക്കെ, ഇനി സോയിൽ കൺസർവേഷൻ. Soil conservation means how we are protecting the soil. മണ്ണൊലിപ്പ് എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, കൺസർവ് ചെയ്യുന്നു. It takes millions of years for soil to form. We know that within 1 or 2 years the soil will not be formed. It will take many years to the soil to be formed. But it does not take that long time for to get eroded. Millions of years ആവശ്യമുണ്ട് ഈ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകാൻ. ഇല്ല, ഒരു വർഷത്തെ മഴ മതി അല്ലെ. അത്രയും വർഷം കൊണ്ടുണ്ടാകുന്ന സോയിൽ ഒരു വർഷത്തെ മഴയോ അല്ലെ നമ്മളുടെ ചില പ്രവൃത്തികൾ കാരണം 1 or 2 വർഷം കൊണ്ട് തന്നെ ഇറോഷൻ സംഭവിക്കാറുണ്ട് അല്ലെ. So we cannot stop erosion in nature, but we can take steps to slow down the process. അപ്പൊ can we stop the soil erosion? Soil erosion നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. നേച്ചറിലെ മഴ പെയ്യും, വെള്ളം ഒഴുകും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വിൻഡ് ഉണ്ടാകും. ഇതൊക്കെ കാരണം അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വി ക്യാൻ പ്രിവെന്റ് ഫോർ സം ക്വാണ്ടിറ്റി, കുറച്ച് അളവ് വരെ നമുക്ക് തടയാൻ പറ്റും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ടൈം തീരുകയാണ്, അപ്പൊ അതിനെ പഠിപ്പിക്കാൻ സമയമില്ല. ജസ്റ്റ് the protection of soil against erosion is called soil conservation. Protection of soil against the erosion is known as soil conservation. മണ്ണ് ഒലിപ്പ് തടയാതെ മണ്ണിനെ തടഞ്ഞു നിർത്തുന്നതിനാണ് നമ്മൾ സോയിൽ കൺസർവേഷൻ, മണ്ണൊലിപ്പ് തടയൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ നമ്മൾ പഠിച്ചു. ഡീഫോറസ്റ്റേഷൻ മീൻസ് കട്ടിംഗ് അവേ ട്രീസ്. ഇനി അഫോറസ്റ്റേഷൻ മീൻസ് പ്ലാന്റിങ് ന്യൂ പ്ലാന്റ്സ്. ജോസി എവിടെയാ നോക്കുന്നത്? ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ, എന്റെ പേജ് ഒന്നും കണ്ടില്ലേ? എവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. എത്ര നേരം എവിടെയായിരുന്നു നോക്കിയിരുന്നേ? ഏത് ലെസൺ ആണെന്ന് അറിയത്തില്ല. 145. Okay, afforestation means deforestation opposite ആണ്. What is deforestation? Deforestation means cutting away plants, trees. അപ്പൊ നമ്മള് afforestation means planting new trees. We can prevent erosion by planting new trees. This is known as afforestation. This is very effective in the hilly areas for the conservation of soils. അപ്പൊ കുന്നും മലകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു മരം മുറിച്ചു കളയുമ്പോൾ
2 മരം നട്ടുപിടിപ്പിക്കണം എന്നാണ് പറയുന്നത്. 2 അല്ല അതിനേക്കാൾ കൂടുതൽ, മുറിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നട്ടു വളർത്തണം. അപ്പൊ ഹില്ലി ഏരിയയിൽ ഏറ്റവും നല്ല മെത്തേഡാണ് അഫോറസ്റ്റേഷൻ. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. ബൈ ദെൻ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Bye, Miss. Bye.